പിന്നീടുള്ള കേക്ക് തലപ്പാറയ്ക്കാണ് കേട്ടോ ഡെലിവറി ചെയ്യാൻ ക്ലയൻറ്റിൻ്റെ സിസ്റ്റർ വന്ന് കളക്ട് ചെയ്യുന്നു കേട്ടോ. ലേഡി തീമിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ലേഡിയുടെ ഡ്രസ്സിന് ഞാൻ ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് റിബൺ വെച്ചാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ലുക്ക്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറച്ചധികം ജിപ്സം ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ഹെവി ആയിട്ട് ജിപ്സം ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. 2 kg മാഞ്ചോ ഫ്ലവറുള്ള കേക്കായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ റോസറ്റൻ നെസിൽ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലേഡീനെ കയ്യിൽ വെച്ച് ഷുഗർ ബീഡ്സും കൊടുത്ത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുത്തു കേട്ടോ. ഇങ്ങനെയായിരുന്നു ഫൈനൽ ലുക്ക് കാണാൻ. ക്ലയൻറ്റ് പറഞ്ഞ മാതിരി തന്നെ എന്തായാലും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് കാണാൻ. അങ്ങനെ കേക്കൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. തലപ്പാറയ്ക്കാനുകൊണ്ട് തന്നെ സേഫായിട്ട് ക്ലയൻറ്റിന് കൊടുത്തയച്ചിട്ടോ. എന്തായാലും സേഫായിട്ട് എത്തിയെന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രുതി നല്ല ഹാപ്പിയാണ്. അശ്വതി, ബ്രൈഡ് ടു ബി കേക്ക് അടിപൊളിയായിരുന്നേ, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ എൻ്റെ വീട്ടിലേക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ. പക്ഷെ ഞാൻ പേടിച്ചിരുന്നു എന്തെങ്കിലും ഷേക്കാവുക അങ്ങനെ എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓർഡർ തന്നപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു, വീടെത്തുമ്പോഴേക്കും ഷേക്കായി പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ കോൺഫിഡൻറ്റിൽ ഞാൻ നിനക്ക് ഓർഡർ തന്നതാണ്. കേക്കിനൊരു കുഴപ്പം പറ്റില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട്